സോ ഗൈസ് എല്ലാ കൂട്ടുകാർക്കും BNL പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഗെയിം റിവ്യൂമായിട്ടാണ്. ഗെയിം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ഹൈബ്രൂ ഇൻട്രാക്റ്റീവ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഇന്ത്യൻ ബസ് സിമുലേറ്റർ എന്ന ഗെയിമാണ്. ഈ ഗെയിം കുറേ കാലമായിട്ട് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. പക്ഷേ ഈ ഗെയിമിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഗെയിമുകളിൽ കരിയർ മോഡിൽ ഉള്ളത് ജസ്റ്റ് ഡ്രൈവ് ത്രൂ മിഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു സ്റ്റോറി ലൈനാണ് അവർ കൊടുത്തിട്ടുള്ളത്, ഒരു ഡ്രൈവറിൻ്റെ ഇൻ റിയൽ ലൈഫിലുള്ള ഒരു സ്റ്റോറി ലൈൻ. അപ്പം ഈ ഗെയിം വന്ന സമയത്ത് ഇത് അത്യാവശ്യം ട്രെൻഡിങ് ആയിരുന്നു, ഒരു ഫസ്റ്റ് സീസണ്, അതേപോലെ ഒരു 10-15 ലെവലുകൾ. പക്ഷേ ഈ ഗെയിമിൻ്റെ റിലവൻസ് പതുക്കെ കുറഞ്ഞിരുന്നു. പക്ഷേ കഴിഞ്ഞൊരു 2-3 മാസം മുന്നേ ഞാൻ ഈ ഗെയിം പിന്നെ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കി എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ എന്നറിയാൻ. അന്നേരമാണ് ഞാൻ ശ്രദ്ധിച്ചത് ഇതിന് ഒരു പാർട്ട് 2 അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ 2 ഈ സ്റ്റോറി ലൈന് വന്നിട്ടുണ്ടെന്ന്. ഞാൻ കളിച്ച് നോക്കി, എൻ്റെ പൊന്നെ ചിരിച്ച് ഞാൻ മരിച്ചു. കാരണം ഇതിനകത്ത് ഈ ഗെയിമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ ഇൻ റിയൽ ലൈഫായിട്ടുള്ള ഒരു ഡ്രൈവറിൻ്റെ കഥയായിരുന്നു ഫസ്റ്റ് ചാപ്റ്റർ എന്നുള്ളതാണ്. സെക്കൻഡ് ചാപ്റ്റർ ഒരുമാതിരി തെലുങ്ക് കൂടെ ആക്കി കളഞ്ഞവന്മാർ. എന്താണേലും ആ ഗെയിമിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ്. അപ്പം ഞാൻ ഇതിൻ്റെ പാർട്ട് 1 ആയിട്ടും പാർട്ട് 2 ആയിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്. കാരണം നിങ്ങൾക്ക് ഇനിയുള്ളത് പറയണമെന്നുണ്ടെങ്കിൽ ആദ്യമേ ഈ ഗെയിം എന്തുവാണെന്നും ഈ ഗെയിമിൻ്റെ ഫസ്റ്റ് സ്റ്റോറി ലൈൻ എന്തുവാണെന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പം അതാണ് ഈ വീഡിയോ. ഇത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്റർ 1ൻ്റെ വീഡിയോ ആണ്. ചാപ്റ്റർ 2ൻ്റെ വീഡിയോ ഉടനെ ചെയ്യാം. ഈ വീഡിയോ ഒരു 2K വ്യൂസ് ആയി കഴിയുമ്പോൾ ഞാൻ പാർട്ട് 2 ചെയ്യുന്നതായിരിക്കും. അപ്പം കൂടുതലൊന്നും പറയുന്നില്ല. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഗെയിം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ചെന്ന് നിൽക്കുന്ന ഒരു കട്ട് സീനിലേക്കാണ്. ഒരു 2 പേര് ബസ് ട്രാവലിങ്ങിൽ. അതിൽ നമ്മുടെ ഫസ്റ്റ് ക്യാരക്ടറാണ് നമ്മുടെ മെയിൻ പ്രൊട്ടഗോണിസ്റ്റ്, അരുൺ എന്നാണ് പേരിട്ടിരിക്കുന്നത്. വളരെ കോമൺ ആയിട്ടുള്ളൊരു നെയിം അല്ലേ. കൂടെ ഉള്ള ആൾ ഫ്രണ്ടെന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പുള്ളിക്കൊരു പേരിടാൻ പോലും അവന്മാരൊരു മര്യാദ കാണിച്ചില്ല, പാവം. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഒരു ബസ്സിലിരിക്കുകയാണ്. അപ്പം അരുണ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോവുകയാണ്. മറ്റേ ആൾ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്, നീ സെറ്റാവുന്ന നമ്മുടെ സ്ഥിരം ഫ്രണ്ട്സ് യൂനോ. അവിടുന്ന് ബസ് നേരെ തന്നിരിക്കുന്നത് RT ഓഫീസിലാണ്. നേരെ ബസ്സിന് RT ഓഫീസിൻ്റെ ടെസ്റ്റ്. നമ്മുടെ അവിടുത്തെ വിട്ട് ലോങ് ക്യൂ ഒന്നുമില്ല കേട്ടോ, വളരെ കുറച്ച് പേരേ ഉള്ളൂ. RT പറയുന്ന ബസ്സിനകത്ത് കയറാൻ, ബസ് അവിടെ പാർക്ക് ചെയ്യുന്നു, ഇവിടെ പാർക്ക് ചെയ്യാനൊക്കെ പറയുന്നു. ശേഷം വണ്ടി പുറത്തോട്ടെടുക്കുന്നു. പുറത്തിറങ്ങി നോക്കുമ്പോൾ എന്താ കിടക്കുന്ന കമ്മീഷണറിൻ്റെ കാറ് വഴിയിൽ പഞ്ചറായിട്ട്. നമ്മുടെ നാട്ടിൽ 10 കാറ് മുന്നിലായിട്ട് പോകുന്നൊരു മനുഷ്യൻ്റെ ഒരു കാറ് പഞ്ചറായ ഇങ്ങനെ എന്ത് സംഭവിക്കാനല്ലേ. അങ്ങനെ വഴിയിൽ പഞ്ചറായി കിടക്കുന്ന കമ്മീഷണറോട് നമ്മുടെ RT ഇറങ്ങി കാര്യം പറയുന്നു. അപ്പോഴാണ് പുള്ളി അറിയുന്നത് ഇത് വളരെ ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ചേസ് വോക്കി ടോക്കിയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പുള്ളിയുടെ വണ്ടിയുടെ ടയർ പഞ്ചറായതുകൊണ്ട് പുള്ളിക്ക് പങ്കെടുക്കാൻ പറ്റത്തില്ല. ഇത് കഷ്ടമല്ലേ. അപ്പോഴാണ് നമ്മുടെ അരുണ് സ്വാഭാവികമായിട്ടും വള്ളി പിടിക്കാനായിട്ടായിരിക്കുമല്ലോ അവൻ ഈ പരിപാടി തുടങ്ങുന്നത്. ഉടനെ പറയുകയാണ് നമുക്ക് ബസ് വെച്ച് ചേസ് ചെയ്യാമെന്ന്, ലൈക്ക് വോൾവോ വെച്ച് ജീപ്പിന്. ഇത് കേട്ടിട്ട് ഇത്രയും വർഷം വണ്ടി ഓടിക്കാനൊക്കെ പഠിപ്പിച്ചു കൊടുത്ത RTOക്ക് ബോധമൊന്നും ഉദിച്ചില്ല. കമ്മീഷണർ പിന്നെ ഒന്നുമേ പറയാൻ പറ്റുന്നില്ല പുള്ളിയെ പറ്റി. അവർ നേരെ സമ്മതിക്കുകയാണ്. സമ്മതിച്ച് കഴിഞ്ഞിട്ട് ഒരു ട്രാഫിക് സ്റ്റോപ്പിൽ റോങ് സൈഡിൽ വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടുന്ന് മറ്റേ കാറ് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യുകയാണ്. കാർ ഏത് ദിശയിൽ നിന്നാണ് വരുന്നത് ഇവന്മാർക്കറിയാം, കാർ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാം. എന്നാൽ ആ വഴിയിലോട്ട് ഈ നീളമുള്ള വോൾവോ B9 എങ്ങാണ്ടാണ് ഇത് കയറ്റിയിട്ട് കഴിഞ്ഞാൽ അവർക്ക് പോകാൻ വേറെ വഴിയില്ല, വണ്ടി അവിടെ നിൽക്കും. അത് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, കാരണം അത് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് അടുത്ത ഇൻറ്റൻസ് ചേസിങ് കാണിക്കുന്നത്. ശേഷം ഗെയിം നമ്മളോട് പറയുന്നത് ഈ വണ്ടി തൊട്ടു തൊട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഈ ജീപ്പിൻ്റെ അടുത്ത് വരെ എത്തിക്കാനാണ്. അവിടെ വരെ എത്തിച്ച് കഴിയുമ്പോൾ പിന്നെ അങ്ങോട്ട് വൻ ചേസാണ്. എൻ്റെ പൊന്നെ, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലുണ്ടോ ഇത്രയും നല്ല ചേസിങ് സീന്. ഹെലികോപ്റ്റർ വിഷ്വൽസ്, പോലീസ് ജീപ്പിൻ്റെയും ബസ്സിൻ്റെ സൈഡിൽ നിന്നും ഹൈജാക്ക് ചെയ്ത് ഓടുന്ന ആ കാറിൻ്റെ സൈഡിൽ നിന്ന് വരെയുള്ള വിഷ്വൽസ്. ആരും അവിടെയൊക്കെ ക്യാമറ പ്ലേസ് ചെയ്യുന്നേ, ഫോട്ടോന്ന് വെക്കാം. അവർ അവിടെ നിന്ന് വിഷ്വൽ എടുത്തു. ന്യൂസുകാർക്ക് ഇത്രയും വലിയ ഹൈസ്റ്റ് നടന്നതിനെ പറ്റിയൊന്നും റിപ്പോർട്ട് ചെയ്യാനില്ല. എന്തിനെ പറ്റിയാണ് ഹൈസ്റ്റ് നടന്നത് ഒന്നും അറിയത്തില്ല. പക്ഷേ അവർക്ക് ആകെ അറിയാവുന്ന ഒരു ബസ്സും അതിനകത്തുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലെ മാതൃഭൂമി മലയാളമൊക്കെ ഇത് തന്നെയാണ്, ബസ് കണ്ടാൽ പിന്നെ ബസ്സാണ് കുറ്റക്കാരൻ. ശേഷം ഒരുവിധം ഏതൊക്കെയൊക്കെയോ കാട്ടിക്കൂടെ ആ നഗരത്തിലുള്ള സകലമാന സാമാനങ്ങൾ ഇടിച്ച് നശിപ്പിച്ചിട്ട് ലാസ്റ്റ് ഒരു ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവന്നിട്ട് ഇതെല്ലാം കൂടി ഇടിച്ച് ഏറ്റെങ്കിൽ നിർത്തി. ഇന്ന് ഇവന്മാർക്ക് ആദ്യം ഇതങ്ങ് ചെയ്താലുണ്ടായിരുന്നു. ആ ബസ് സ്റ്റോപ്പിൽ ആരെങ്കിലും നിന്നിട്ടുണ്ട് അവർക്ക് എൻ്റെ ആദരാഞ്ജലികൾ ഞാൻ അർപ്പിക്കുന്നു. ശേഷം തൊട്ടടുത്ത സീനിൽ ഇത്രയും കാണിച്ചു കൂട്ടി നമ്മുടെ ബസ് സ്റ്റോപ്പ് പിടിച്ചിളക്കി ഇവന് RTO ലൈസൻസ് കൊടുക്കുന്നു. നമ്മുടെ നാട്ടിൽ വല്ലുമായിരിക്കണം ഇത്. നാട്ടുകാരും എടുത്തിട്ട് പഞ്ഞിക്കിടും, പോരാതെ അവനെ തൂക്കിക്കൊല്ലാനും വിധിക്കും. ഇതൊന്നും പോരാഞ്ഞിട്ട് നമ്മുടെ സലാം കാശ്മീരിലെ ജയറാമിൻ്റെ കൂട്ട് പാമ്പമാൻ കാണിക്കാൻ വേണ്ടി ഇവനെ കമ്മീഷണർ പ്രസ് മീറ്റിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. പിന്നെ ഇവിടെ ഒരു മര്യാദയുണ്ട്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഡിക്ലൈൻ ചെയ്യാം.
സോ ഞാൻ അക്സെപ്റ്റ് ചെയ്തു, കാരണം നിങ്ങളത് കാണിക്കണമല്ലോ. അവനെ അവിടെ ഇട്ട് കുറേ തള്ളുന്നു. അന്നേരമാണ് ഞാൻ ശ്രദ്ധിച്ചത് അറ്റ്ലീസ്റ്റ് ആ ഹൈസ്റ്റ് നടന്നത് ഇതൊരു ഗെയിമാണ്. ഈ ടെക്സ്ചർ വർക്ക് കുറച്ചിട്ട് അവിടെ ആ മാലയുടെ 2 3D എങ്കിലും വെക്കാം. ഇതൊരുമാതിരി ഇല്ല, പുറത്തൂടെ പോയിട്ട് ജോസാലുക്കാസിൻ്റെ ഫ്രണ്ടിൽ നിന്ന് 2 ഫോട്ടോ എടുത്തിട്ട് അത് ക്രോപ്പ് ചെയ്ത് PNG അവിടെ ഒട്ടിച്ച് വെച്ച് എൻ്റെ കൂട്ടത്തെ പരിപാടി ആയിപ്പോയി. ദാരിദ്ര്യം, ഇൻഫ്ലേഷനൊക്കെ അല്ലേ, വിട്ടേക്കാം. ശേഷം ഇതൊന്നും പോരാഞ്ഞിട്ട് പാരിതോഷികമായി ഇവനെ ഒരു ട്രാവൽസിന് RTO റെക്കമെൻഡ് ചെയ്യും. പിറ്റേ ദിവസം ഇവൻ അവിടെ പോവുകയും അവിടുത്തെ നമ്മുടെ കോച്ച് വാൻ മോഡലുള്ള ഒരു വണ്ടി ഇവനെ കൊണ്ട് ഓടിപ്പിച്ച് നോക്കുകയും ചെയ്യുന്നുണ്ട്. ഇവൻ ഓടിക്കുകയും ഒരു പമ്പിൽ കൊണ്ടുപോയിട്ട് ഫ്യൂൽ അടിക്കുകയും, എണ്ണയ്ക്കൊക്കെ ഇപ്പം എന്താ വില ചേട്ടാ, ഈ പെട്രോളിന്റെ വില ദിനംപ്രതി കുതിച്ചു വരുന്നോണ്ടിരിക്കുകയാണ്. ശേഷം വേറൊരിടത്ത് കൊണ്ടുപോയി നിർത്തുകയും ചെയ്തു. അന്നേരം നമ്മുടെ മുതലാളി ഇറങ്ങി വന്നിട്ട് ഇവനോട് ആദ്യമായിട്ട് ഈ ഗെയിമിൽ ബുദ്ധിയോടുകൂടി ഒരു സാധനം പറയുകയാണ്. നീ ഇന്നലെ കാർ ചേസ് ഓടിച്ചു ജയിച്ചു എന്ന് കരുതി നീ വലിയ മറ്റേടത്ത ഡ്രൈവർ ആവില്ല. പകരം തനിക്ക് എക്സ്പീരിയൻസ് കുറവുണ്ട്, അതാണ് വേണ്ടത്. നമ്മുടെ നാട്ടിൽ എവിടെ ആണെങ്കിലും ഫസ്റ്റ് ഡേ തന്നെ ലൈസൻസ് കിട്ടി, സെക്കൻഡ് ഡേ ഒരാളെയും ഒരു ട്രാവൽസ്, അതും സ്ലീപ്പർ ഓടുന്ന ഒരു ട്രാവൽസ് ഡ്രൈവറായിട്ട് എടുത്താൽ ചരിത്രമില്ല. പക്ഷേ ഗെയിമിൽ ലോജിക് എന്ന് പറഞ്ഞുകൊണ്ടൊരു സാധനം ആദ്യത്തെ 10 മിനിറ്റ് നമ്മൾ കണ്ടില്ല. സോ ഇവിടെ നമ്മൾ ആവശ്യപ്പെടാൻ പാടില്ല. അപ്പം ശേഷം ഇവർക്കൊരു റൈവൽ ഉണ്ട്. അതിപ്പോൾ ഏത് ഫീൽഡിലാണെങ്കിലും ഏതെങ്കിലും ഒരു ഉടങ്കൊല്ലി കാണും എഴുതിരി. അപ്പം ഇവർക്ക് മറ്റൊരാളുണ്ട്. പിന്നെ തൊട്ടടുത്ത ദിവസം ഒരു ബസ് ഡേ സെലിബ്രേഷനാണ് എന്നാണ് അറിയിക്കുന്നത്. ഈ ബസ് ഡേ സെലിബ്രേഷൻ ഓക്കെ, ബസ് വണ്ടിപ്രാന്തുള്ള പിള്ളേരെല്ലാ നാട്ടിലും കാണും. പക്ഷേ ഈ വോൾവോ വിളിച്ചിട്ട് ബസ് സെലിബ്രേഷൻ കാണിക്കുന്നത് പോട്ട്. ആരുടെ ഈ വോൾവോയുടെ സൈഡിൽ ഈ വൃത്തികെട്ട ക്വാളിറ്റിയുള്ള LED സ്ട്രിപ്പ് പൊട്ടിച്ചത്? അതും പോട്ടെന്ന് വെക്കാം. ഈ പിള്ളേരുടെ ഒരു വിടലുണ്ട് എൻ്റെ പൊന്നെണ്ണ. അരുണെണ്ണ എന്ന് വെച്ചാൽ അവന്മാർക്ക് ദൈവം, അവന്മാർ കോവിൽ കെട്ടി ആരാധിച്ച് കളി അമലാക്കയാന്നാ വിചാരം. ഇവന്മാർ തെള്ളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരനെ വിശ്വാസം ബസ്സിൻ്റെ മണ്ട കയറി നിന്ന് ഡാൻസ് അടിച്ചാലും ഒരു കുഴപ്പമില്ല. ശരിയാണ്, നമ്മുടെ നാട്ടിലാണെങ്കിലും ഇപ്പോൾ ടൂർ പോകുമ്പോൾ നമ്മൾ വണ്ടിയുടെ മണ്ട കയറും കൊടി വീശുകയൊക്കെ ചെയ്യും. പക്ഷെ നടു റോഡിൽ ഓടുന്ന വണ്ടിയുടെ മണ്ടയ്ക്ക് കിടന്ന് ഡപ്പാങ്കുത്ത് കളിക്കുക കുറച്ചോറല്ലേ ഏട്ടാ. പോട്ടെന്ന് വെക്കാം. ഇതിൻ്റെ എങ്ങാണ് ഒരുത്തം വീഡിയോ എടുത്ത് RTOയ്ക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ബസ് വിറ്റ് ഓണറിൻ്റെ കുടുംബം വിറ്റ് ഈ പഞ്ചായത്ത് മൊത്തം വിറ്റെന്ന് പറഞ്ഞാലും നമ്മുടെ RTO അടയ്ക്കുന്ന ഫൈൻ അടച്ചു തീർക്കാൻ പറ്റത്തില്ല. അതും പോട്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഡാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവന്മാർ കാണിച്ചു കൂട്ടുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പുഴിയരിക്കുന്ന സ്റ്റെപ്പുണ്ട്, മറ്റേ റേഷനറിയിൽ പുഴിഞ്ഞുളയ്ക്കുന്ന പോലത്തെ ഒരു സ്റ്റെപ്പ് വരുത്തിടുന്നുണ്ട്. മോനെ മൈക്കിൾ ജാക്സൺ കണ്ടാ ഇത് തൂങ്ങിച്ചാവും പുള്ളി. അവിടുന്ന് ഇവന്മാർ കോളേജിൽ ചെന്നിട്ട് അവിടെ നമ്മളോട് അരുണണ്ണനോട്, നമ്മളെന്ന് പറയുമ്പോൾ ഇവിടെ അരുണണ്ണനാണല്ലോ, അരുണണ്ണനോട് ഡാൻസ് കളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മച്ചാൻ്റെ വക ഒരു ജാതി ഡാൻസാണ് എൻ്റെ പൊന്നെണ്ണ. ആ സ്റ്റെപ്പും ആ സോങ്ങും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഞാൻ വേണമെങ്കിൽ കേൾപ്പിച്ചു തരാം. ഇതാണ് അവസ്ഥ. ആ സ്റ്റെപ്പ് സോങ് തമ്മിൽ ഒരു ബന്ധമില്ല. പുള്ളിയും പുഴുവരിക്കുന്ന സ്റ്റെപ്പൊക്കെ ഇടുന്നുണ്ട്. അത് വേറെ മാസ്റ്റർ പീസാണ്. സോ അങ്ങനെ അടുത്ത ദിവസം ഇവർ ബസ് സ്റ്റോപ്പിൽ ചെന്ന് കഴിയുമ്പം ഇവരുടെ മുന്നിലത്തെ ഡ്രൈവർ ഇവനെ വെല്ലുവിളിച്ച് കഴിഞ്ഞിട്ട് ഇവർ തമ്മിൽ ബസ് ഇട്ട് നടുറോഡ് ഇട്ട് റേസ് ചെയ്യാൻ നോക്കുന്നു. മത്സരയോട്ടം ഈസ് ഇല്ലീഗൽ നൗ യു നോ, ബട്ട് മറ്റേ ഹബീബി പറയുന്നതിൻ്റെ തൊട്ട് വെൻ നോ ദർ ഈസ് നോ പോലീസ് എവറിത്തിങ് ഇസ് ലീഗൽ എന്നുള്ള രീതിയിൽ ഇവന്മാർ മത്സരം ഓടിക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു പാണ്ടിലോറി നോക്കാൻ പോയി, അതാരും മൈൻഡ് ചെയ്യണ്ട, നമ്മുടെ നാട്ടിലെ റോഡില്ലേ, റോഡ് മോശമായിട്ട് അതിൻ്റെ ഡ്രൈവിംഗ് അല്ല കേട്ടോ. ശേഷം നമ്മളൊരു ഓട്ടോയുടെ കീഴിൽ കൂടെ ഒക്കെ ഡ്രിഫ്റ്റ് ചെയ്തെടുത്തോണ്ട് ഓട്ടോക്കാരൻ പാവം അങ്ങേരി ഞെട്ടി കാണും. മൈ ഡ്രൈവിംഗ് സ്കിൽസ് യുനോ. അവിടെ നിന്ന് നേരെ അവൻ തോറ്റു, അവന് സമാധാനം കിട്ടി, അവൻ്റെ വഴിക്ക് പോയി. തൊട്ടടുത്ത ദിവസമായിട്ട് അരുണണ്ണൻ ഇങ്ങനെ വഴി കൂടെ പോകുന്ന സമയത്ത് ആ റോഡിൽ നിന്ന് നോക്കിയാൽ ഒരിക്കലും കാണാത്തൊരാങ്കിളിൽ കുറേ പിള്ളേർ നിൽക്കുന്നു. സ്വാഭാവികമായിട്ടും അരുണണ്ണന് 6th സെൻസ് ഉള്ളതുകൊണ്ട് അത് കണ്ടുപിടിക്കുകയും അവിടെ പോയി നിൽക്കുകയും ചെയ്തു. വണ്ടി റോഡിലിട്ടിട്ട് അകത്തോട്ട് കയറി പോകാന്നേ ഉള്ളൂ. പുള്ളി എന്നാലും അങ്ങ് വരെ എഴഞ്ഞു പിടിച്ച് കയറി. എന്നിട്ട് പിള്ളേരോട് ചോദിച്ചപ്പോൾ ഒരു പൂച്ച ആകാശത്ത് കിടക്കുന്നത്. എടാ ഈ പൂച്ച സാറെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവന്മാർ ഐഫിൽ ടവറിൻ്റെ മണ്ട കയറി എന്ന് പറഞ്ഞാലും സുഖത്തെ തിരിച്ചറിഞ്ഞു വരും. അവരെയൊക്കെ ഇറക്കാൻ ആരെങ്കിലും കൂടെ പോകണം. പോട്ടെ, അണ്ണന് ഇത് കളിക്കാൻ, നന്മയുള്ള ലോകം കളിക്കാനാണ് പുള്ളി വണ്ടി കൊണ്ടുവന്നിടുവാണേലും പോട്ട്. ആ ചെറുക്കനെ വണ്ടിയുടെ മണ്ടയ്ക്ക് നിർത്തി ഓടിച്ച് എന്താണ് വണ്ടി അതിൻ്റെ അടിയിലോട്ട് കൊണ്ടുപോയിട്ടിട്ട് ഈ ചെറുക്കൻ കയറി നിന്ന് എന്ത് സംഭവിക്കും? പോട്ട്, ബസ്സിനകത്തില്ല ഏണിയില്ലേ, ആ ഏണി ഒരു മരത്തെ ചാരിയെ കയറിക്കൂടെ? അങ്ങനെ ചെയ്താൽ മെസ്സാകത്തില്ലല്ലോ. കുറച്ച് ചെറുക്കൻ ചാടിയിട്ട് കിട്ടാതായപ്പം ഈ മുതുകാളെ കയറാൻ പറഞ്ഞു. ഇവൻ എന്നാ പിന്നെ ഇത് ആദ്യമേ ചെയ്തൂടെ? ആ ചെറുക്കനെ വലിച്ച് കഴിഞ്ഞാൽ മണ്ടയ്ക്ക് കിട്ടണ എന്തിനാ? തിരിച്ച് പൂച്ച വലിച്ച് താഴെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ പിള്ളേർ ഒരു തോക്ക് കൊടുത്തു. തോക്കാൻ പോകുന്നതിന് ഇനി എന്തിനാ തോക്ക്? പക്ഷേ വെടിവെക്കാൻ കൊടുത്തില്ലെന്ന് തോന്നുന്നു. അത് പൊട്ടെന്ന് നോക്കാം. അങ്ങനെ തോക്കും മേടിച്ചുകൊണ്ട് പാവം വീട്ടിൽ വന്നു.
പിറ്റേ ദിവസം ആ ഡ്രൈവർമാരുടെ ട്രിപ്പ് പോയപ്പം കറക്റ്റ് അവന്മാരുടെ ബസ്സിൻ്റെ ഓപ്പോസിറ്റ് വണ്ടി പഞ്ചറായി. ഇവന്മാർ ചെയ്യുന്നത് ഒരു സിഗ്നലിൻ്റെ നടുക്കാണ്. അപ്പോൾ ഈ കറക്റ്റ് ഈ ഒരൊറ്റ വണ്ടി മാത്രമേ ആ ബസ് റൂട്ടിൽ കൂടെ ആ സിഗ്നലിൽ അതുവഴി പോകത്തുള്ളൂ എന്ന് ഇവന്മാർ കരുതിയെങ്കിൽ അറിയത്തില്ല. അവരുടെ ഇത്രയും നാൾ അവരുടെ വണ്ടി ഓപ്പോസിറ്റ് ആൾക്കാരുടെ വണ്ടി സൈഡിൽ കിടക്കുമ്പോൾ മാത്രം തങ്ങളുടെ വണ്ടി പഞ്ചറായിട്ടും ആ ട്രാവൽസിൽ ഒരു പൊട്ടന്മാരും ഒരു മനസ്സിലാക്കിയില്ലെന്നുള്ളതാണ് എതിർ ട്രാവൽസുകാർ അള്ളു വെച്ചാണ്. ബ്രെയിൻ ഡസ് എക്സിസ്റ്റ് ഇൻ ദിസ് യൂണിവേഴ്സ്. പൊട്ടെന്ന് വെക്കാം. പിറ്റേ ദിവസം നമ്മൾ നോക്കുമ്പം ഒരു കല്യാണ ഫംഗ്ഷനാണ്. കല്യാണ ഫംഗ്ഷൻ്റെ ഏറ്റവും വിറ്റെന്ന് വെച്ചാൽ അണ്ണൻ തുടങ്ങുന്ന തന്നെ അണ്ണൻ എന്നാ ഒരു കല്യാണം കഴിക്കുന്നതെന്നുള്ള. സ്വാഭാവികമായിട്ടും 10-28 വയസ്സായി, സ്റ്റിൽ ബാച്ചിലർ, നമുക്ക് ആ വിഷമം മനസ്സിലാവൂടെ. അവിടെ നിന്ന് നേരെ വണ്ടിയെ കയറി. പക്ഷെ അന്നേരം എനിക്ക് മനസ്സിലാവാത്തത്, ഇത്രയും നല്ലൊരു ഗെയിമല്ലേ, ആ വണ്ടിയുടെ ആ മാലയെങ്കിലും ഒരു PNG അല്ലാണ്ട് ഒരു ഡെഡിക്കേറ്റഡ് 3D ചെയ്തുകൂടി. പിന്നെ കവിള് തന്നെ അവന്മാർ 2D ഇമേജാണ് വെച്ച് കെട്ടിയേക്കുന്നതെന്ന് പിന്നെ പോട്ട്. അവിടുന്ന് ബസ് എടുത്ത് നേരെ 3 അടി കഴിഞ്ഞില്ല അവിടെ ട്രാഫിക്ക്. ഇത് അവന്മാർക്ക് ആ മണ്ഡപത്തിൽ നിന്നാ കാണും, എന്നിട്ട് മണ്ടന്മാർ കണ്ടില്ലെന്ന് വെച്ചാൽ പോട്ട്. എന്നിട്ട് എന്തേലും വഴി നോക്കുക, ഗൂഗിൾ മാപ്പിൽ ഓൾട്ടർനേറ്റ് റോഡ് നോക്കുകയല്ലേ, എല്ലാവരും കൂടെ പുറത്തിറങ്ങിയിട്ട് ചായ സൽക്കാരും കാര്യം പറിച്ചിലും. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അരുണനാണ് കൂടെ കല്യാണത്തിന് വന്ന ഏതൊരു പെങ്കൊച്ചനെ നൈസിന് ചൂണ്ടിയിട്ട് അവളോട് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. കാര്യം പറഞ്ഞ് അവർ പണ്ടത്തെ ഫ്രണ്ട്സാന്നൊക്കെ കണ്ടുപിടിച്ചെങ്കിലും കല്യാണ ചെറുക്കനെ കെട്ടാൻ മുട്ടിയിരിക്കുക. പുള്ളിയുടെ ആദ്യത്തെ അവസാനത്തെ കല്യാണമാണിത്. അപ്പം പുള്ളിക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഈ പടുഭാവി ആ വോൾവോ എടുത്തിട്ട് ഓഫ് റോഡിങ്ങിന് പോവുകയാണ് ഗൈസ്. വോൾവോ കമ്പനിയുടെ മുതലാളി ഇത് കണ്ട പുള്ളി ആത്മഹത്യ ചെയ്യും. ആ വണ്ടിയോട് ഒരു മര്യാദ കാണിക്കടാ. ഇത് കഴിഞ്ഞ് ഈ ഓട്ടം കഴിഞ്ഞ് മുതലാളിക്ക് എന്തേലും 10 പൈസ കിട്ടണ്ടേ. ഇത് മെയിൻ്റനൻസിന് വേണ്ടി അങ്ങനെ മറ്റേ ആ കോച്ചോൻ വെക്കേണ്ട ലക്ഷണമാണ്. പോട്ട് ഓഫ് റോഡിങ് കഴിഞ്ഞ് അവിടെ എത്തി. പുള്ളിക്കാരൻ നന്ദി പറഞ്ഞു. കല്യാണമൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞു. ഫോൺ നമ്പറൊക്കെ ആ പെങ്കൊച്ചെന്നെ മേടിച്ചു. അണ്ണന് ലാഭം ഉണ്ടായി. പോട്ടെന്ന് നോക്കാം. അതിൻ്റെ ഇടയ്ക്കും ഇപ്പം എങ്ങാണ്ട് കല്യാണത്തിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി മാസമായിട്ടാണ് നടന്നു പോകുന്ന ആ സൈഡിലുള്ള പുള്ളിക്കാരനായിട്ടോ ഞാൻ ശ്രദ്ധിച്ചേ. പുള്ളി ഒരു ലെവൽ അജാതി അറാത്ത് ആറ്റിറ്റ്യൂഡാട്ടെ. പിറ്റേ ദിവസം ഡ്രൈവർമാർ മറ്റേ വണ്ടിയെയും ടയർ വെടിവെച്ച് പൊട്ടിക്കാൻ പോകുന്നു. അത് പോരാഞ്ഞിട്ടും പോട്ട് മറ്റേ ചെറുക്കൻ കൊടുത്ത ഓണത്തിന് പൊട്ടിക്കണ പട്ടാസ പോക്കും കൊണ്ടാണ് ഇവന്മാർ പോകുന്നത്. കൂടുള്ളവൻ ഇത്രയും നാളായിട്ട് മനസ്സിലായിട്ടില്ല കേട്ടോ. എന്നിട്ടും ലാസ്റ്റ് ഇവന്മാർ ഓടുന്ന വണ്ടിയിൽ നിന്ന് തോക്ക് താഴെയിട്ട് മറ്റേ വണ്ടിയുടെ ടയർ നോക്കി പൊട്ടിച്ച്. ഈ മുന്നിൽ പോകുന്ന വണ്ടിയുടെ റിയർ വ്യൂ മിറർ എന്തോ മാങ്ങാത്തൂരൊക്കെ വെച്ചേക്കുന്നതെന്ന് എനിക്ക് ഇതുവരെയും മനസ്സിലായിട്ടില്ല. പിന്നെ ജയൻ്റെക്ക് സ്റ്റണ്ടാണ് പുള്ളിക്കാരൻ നോക്കിയത്. വിട്. അവന്മാർക്ക് ടയർ പൊട്ടിച്ചപ്പോൾ ഒരു മനസ്സമാധാനമായി കാണും. ശേഷം പിറ്റേ ദിവസമാണ് പിന്നെ ആദ്യമേ കോച്ച് വാൻ കൊണ്ടുവന്ന് തേഞ്ഞ മൂട്ട പിന്നെ എന്തേ വന്നേക്കുന്നത് അടുത്ത വോൾവോ ഇട്ട് മത്സരിക്കാൻ വേണ്ടി. ഇവന്മാർക്കൊക്കെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് കളിക്കണമെങ്കിൽ വല്ല മാരുതിയോ റോൾസ് റോയ്സോ അങ്ങനെ വലിയ കുഞ്ഞു വണ്ടികൾ എടുത്തൂടെ. ഈ വോൾവോ B11 കോച്ചുകാരും ഒക്കെ എടുത്തിട്ട് ഇവന്മാർ ടോക്കിയോ ഡ്രിഫ്റ്റും ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസും ഒക്കെ കളിക്കുന്നത്. പോട്ട് റേസ് തുടങ്ങി 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്താ ബ്ലോക്കായിട്ടൊരു ലോറി കിടക്കുന്നത്. എന്നാൽ പോട്ട്. ആ ലോറി മാറി കഴിഞ്ഞിട്ട് നമ്മുടെ അരുണാട്ടം വണ്ടിയും കൊണ്ട് പോകുമ്പോൾ പുള്ളി പറയുന്ന ഡയലോഗുണ്ട്, പടച്ച് വിടണം എന്നാലേ മറ്റവനെ പിടിക്കാൻ പറ്റത്തുള്ളൂ എന്ന്. 2 വളം അപ്പുറത്ത് അവൻ ശവം പോലെ ചത്ത് കിടക്കാണ്. ആ പടച്ച് വിടൽ ഇങ്ങേര് പടച്ച് വിട്ടിട്ടുണ്ടായിരുന്ന ഇപ്പം ഇങ്ങേരൂടെ പടമായിട്ട് അവിടെ ഇടുന്നേനെ. എന്നിട്ട് എതിരാളിയല്ലേ, നന്മയുള്ള ലോകമാണ് നമ്മുടെ അരുണാട്ടൻ. അപ്പം പിന്നെ ഒന്നും നോക്കിയില്ല, പുള്ളിയെ എടുത്ത് ബോധം പോയി കിടക്കുന്ന മനുഷ്യനോട് ഇങ്ങനെ ഒരു 10 മിനിറ്റ് ഡയലോഗ് പറയുന്നുണ്ട്. അത് പോട്ടെന്ന് നോക്കാം. ശേഷം ഇങ്ങനെ പൊക്കിയെടുത്ത് വണ്ടിക്കകത്ത് എടുത്തിട്ട് നേരെ ഹോസ്പിറ്റലിലോട്ടൊരു വെച്ചുപിടി. മറ്റേ ട്രാഫിക്കിലില്ല BGM ആയിക്കഴിഞ്ഞാൽ കറക്റ്റ് മറ്റേ കണ്ടരിഞ്ഞാൽ കാണാത്തരും അതോട്ടായിക്കഴിഞ്ഞാൽ മോനെ പക്ക. ആർക്കും ഡൗട്ട് തോന്നത്തില്ല ഇത് എവിടെ നിന്ന് ഇൻസ്പയർ ചെയ്തതാണ്. പിറ്റേ ദിവസം ഓണറും പുള്ളിക്കാരനോട് ഒരു ലോങ് ഡ്രൈവ് അങ്ങോട്ട് പോയി. ലോങ് ഡ്രൈവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെഡിൽ നിന്ന് 2 കിലോമീറ്റർ അപ്പുറം വരെ ഒന്ന് പോയി. പോകുന്ന വഴി മറ്റേ ട്രാവൽസിൻ്റെ ഓണർ വഴി തടഞ്ഞു വെച്ച് നിർത്തിയിട്ട് ഇവന്മാരെ ഇങ്ങനെ കുറ്റം പറഞ്ഞു. പുള്ളി മറ്റേ റിച്ച് ഗൈ ആ ഒരു ലുക്കുള്ള ആളാണ്. പുള്ളിക്ക് വണ്ടി പോയാൽ വേറെ വണ്ടി, ഡ്രൈവർ പോയാൽ വേറെ ഡ്രൈവർ. പക്ഷേ പുള്ളിക്ക് ഒരു ട്രിപ്പ് മുടങ്ങിയാലോ മറ്റേ ആൾ മുന്നേ പോയാലോ പുള്ളിക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഇവനെ കുറേ ഭീഷണിപ്പെടുത്തി, ഇവനും തിരിച്ച് ഭീഷണിപ്പെടുത്തി. ലാസ്റ്റ് റേസ് കളിച്ച് ജയിക്കാനായി. BMW വോൾവോയും തമ്മി. ആരുടെ ഇവന്മാരൊക്കെ? ഇവന്മാർക്കൊക്കെ എന്താണ് ലോജിക്കും ഗ്രാവിറ്റിയും ഫിസിക്സ് ഇതൊന്നും ഇല്ലേ ഇവന്മാർക്ക്? ഇഗ്നിഷന്, വണ്ടിയുടെ ടോർക്ക് ഇതൊന്നും ഇവന്മാർക്കൊരു ബോധവും ഇല്ലേ? ലാസ്റ്റ് 2 വളവ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനി എൻ്റെ ഡ്രൈവിംഗ് സ്കില്ലിൻ്റെ മെച്ചമാണോ അല്ലെങ്കിൽ ഗെയിമിൽ അങ്ങനെ തന്നെ ഉള്ളതുകൊണ്ടാണോ എന്നറിയത്തില്ല. ഞാൻ അന്നേരം തൊട്ട് വോൾവോ ഫ്രണ്ടിലാണ്, BMW ബാക്കിലും. 2 കിലോമീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ട് അവൻ്റെ വഴിക്ക് പോയി. കുറച്ചുകൂടെ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ മുതലാളിക്ക് മനസ്സിലായി ഇനി ഈ നായ ഇവിടെ ട്രാവൽസ് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ട്രാവൽസ് പൂട്ടിക്കെട്ടേണ്ടി വരും.
അതുകൊണ്ട് വണ്ടി സൈഡിൽ ഒതുക്കി പുള്ളിക്കാരനോട് പറഞ്ഞു, മോനെ നീ ഇവിടെ നിൽക്കണ്ട, നിന്ന് കഴിഞ്ഞാൽ എനിക്കും നിനക്കും കേടാ, നിന്നെ ഞാൻ സ്ഥലം മാറ്റുകയാണ് വിത്ത് പ്രൊമോഷൻ, ഇനി നീ ബസ്സിൽ തൊട്ട് പോയേക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിയെ അടുത്ത സംസ്ഥാനത്തേക്ക് അവിടുന്ന് പറഞ്ഞു വിടുകയാണ് സുഹൃത്തുക്കളെ. ഇതോടുകൂടി ആദ്യത്തെ സീരീസ് തീർന്നു. നല്ലൊരു എൻഡിങ് സ്ക്രീനുമായിട്ടൊക്കെ നിന്നപ്പോൾ നമ്മൾ അന്ന് വിചാരിച്ചത് നല്ലൊരു സെക്കൻഡ് പാർട്ടിനെ പ്രതീക്ഷിക്കാമെന്ന്. കാരണം ലോജിക് എന്നൊരു സാധനമില്ലെങ്കിലും കൺസിസ്റ്റൻസി എന്നൊരു സാധനം ഈ ഒരു സ്റ്റോറി ലൈനിന് ഇവിടെ വരെ ഉണ്ടായിരുന്നു. ഇനി അങ്ങോട്ടതില്ല. അപ്പം അതിനു വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഞാൻ ഒരു വീഡിയോയും 15 മിനിറ്റ് കൂടുതൽ ചെയ്യരുതെന്നുള്ളതാണ്. പക്ഷേ ഈ വീഡിയോ ഇത്തിരി സ്വല്പം ഒരു 20 മിനിറ്റെങ്കിലും കാണും. സോ ജസ്റ്റ് അഡ്ജസ്റ്റ് വിത്ത് ഇറ്റ്. പിന്നെ ഞാൻ ഇങ്ങനൊരു കൺസെപ്റ്റിൽ ചെയ്യുന്നത് അങ്ങനെ ആദ്യമായിട്ടാണ്. ഞാൻ അങ്ങനെ പ്രോപ്പർ റിവ്യൂ അല്ലാണ്ട് ഒരു കോമഡി ഫൺ ബേസ് ചെയ്യുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് അറിയിക്കാം. 2 വ്യൂസ് ഈ ഒരു വീഡിയോ കഴിയുമ്പോഴും ഞാൻ അടുത്ത വീഡിയോ ചെയ്യാൻ തുടങ്ങാം. ഇപ്പം എനിക്ക് സെം എക്സാമാണ് ഇനി 24-ാം തീയതി. അതിൻ്റെ ഇടയ്ക്ക് ഓടിച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പം നവംബറിൽ എല്ലാവർക്കും എനിക്ക് പ്രത്യേകിച്ച് ഒന്നും കണ്ടൻറ്റ് തരാൻ പറ്റത്തില്ല. ഡിസംബറിൽ നമ്മുടെ അർബേനിയ മൂഡും അതോടൊപ്പം തന്നെ ഒക്കുമെങ്കിൽ നമ്മുടെ സ്പെക്ട്ര, നമ്മുടെ 10K ആണ് ടാർഗറ്റ്, സ്പെക്ട്രയും പിന്നെ ചിലപ്പോൾ സർപ്രൈസുകളും നമ്മുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാം. അപ്പം ക്രിസ്മസ് കുറേ നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ട് പൊട്ടിക്കാൻ വേണ്ടി. അതുവരേക്കും എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ ഇപ്പം 6Kയിൽ എത്താറാവുന്നു. 6Kക്ക് ഒരു 100 പേരൂടെ മതി. ആ 100 പേരൂടെ ഈ വീഡിയോ ഒന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാനപ്പോൾ ഈ വീഡിയോ നിർത്തുകയാണ്. ഈ വീഡിയോസിൻ്റെ വ്യൂ കൗണ്ട് മറക്കണ്ട. 2K വ്യൂസ് ആയി കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് പാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക, നിങ്ങൾക്ക് എന്തൊക്കെ അടുത്ത ഗെയിംസ് റിവ്യൂ ചെയ്യണമെന്നുള്ളത് കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ.